ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ക്രിപ്റ്റോഗ്രഫി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി സെക്യൂരിറ്റീൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ നീഡ്സ് ടു ബി സെക്യൂർഡ് ഫ്രം അറ്റാക്സ്. അതായത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി സെക്യൂർഡ് ഫ്രം അറ്റാക്സ്. ടു ബി സെക്യൂർഡ്, ഇൻഫർമേഷൻ നീഡ്സ് ടു ബി ഹിഡൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, protected from unauthorized change and available to an authorized entity when it is needed. അതായത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? അറ്റാക്സിൽ നിന്നൊക്കെ സെക്യൂർഡ് ആവണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ആദ്യം അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നൊക്കെ ഹിഡൻ ആക്കി വെക്കണം. അതുപോലെ അൺഓതറൈസ്ഡ് ചേഞ്ചസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓതറൈസ്ഡ് എൻറ്റിറ്റിക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻസ് അവൈലബിൾ ആവാൻ പാടുള്ളൂ. ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ അറ്റാക്സിൽ നിന്നൊക്കെ സെക്യൂർഡ് ആക്കി വെക്കുന്നത്. അപ്പം ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡർ കൺസെപ്റ്റാണ്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ് ആൻഡ് മെത്തഡോളജീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ടു പ്രൊട്ടക്റ്റ് print, electronic or any other form of confidential, private and sensitive information or data from unauthorized or inappropriate access or use or etc. അതായത് പിന്നെ ഡാറ്റയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുന്ന ഡാറ്റ ആവാം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ഡാറ്റ ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കോൺഫിഡൻഷ്യലോ പ്രൈവറ്റോ സെൻസിറ്റീവോ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ എന്തൊക്കെ ചെയ്യുക? അൺഓതറൈസ്ഡോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടോ ആക്സസ് ചെയ്യുന്നതോ യൂസ് ചെയ്യുന്നതോ എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ആൻഡ് മെത്തഡോളജീസിനെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തത് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അതായത് സിസ്റ്റംസ്, നെറ്റ്വർക്ക്സ്, പ്രോഗ്രാംസ് ഒക്കെ ഡിജിറ്റൽ അറ്റാക്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, ഡിജിറ്റൽ അറ്റാക്സ് എന്ന് പറയുമ്പം സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അത് ഡെസ്ട്രോയ് ചെയ്യുക. ഓക്കെ, അത്തരം ഡിജിറ്റൽ അറ്റാക്സിൽ നിന്നും എന്ത് ചെയ്യുക? സിസ്റ്റംസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ പ്രോഗ്രാംസ്. അതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു സബ്സെറ്റാണ്. അടുത്തത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ സബ്സെറ്റാണ്. ദാറ്റ് എയിംസ് ടു പ്രൊട്ടക്റ്റ് അണ്ടർലൈനിങ് നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് റിസോഴ്സസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, മിസ്യൂസ്, മാൽഫങ്ഷൻ ഓർ മോഡിഫിക്കേഷൻ. അതായത് നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നെറ്റ്വർക്ക് റിസോഴ്സസിനെയൊക്കെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും, മിസ്യൂസിൽ നിന്നും, മാൽഫങ്ഷനിൽ നിന്നും, മോഡിഫിക്കേഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഓക്കെ, അപ്പം ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൊണ്ട് എയിം ചെയ്യുന്നത് ഡാറ്റയെ എന്ത് ചെയ്യുക? ടു കീപ് ഡാറ്റ ഇൻ എനി ഫോം സെക്യൂർ. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അതേസമയം നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അത് നെറ്റ്വർക്ക്സിനെയും നെറ്റ്വർക്ക് റിസോഴ്സസിനെയും അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഗോൾസ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അപ്പം 3 ഗോൾസാണ് ഉള്ളത്. അതായത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ യൂസബിലിറ്റി, റിലയബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് അണ്ടർലൈയിങ് നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് റിസോഴ്സസ്. ഓക്കെ, അപ്പം ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റീൻ്റെ പ്രൈമറി ഗോൾസ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു പ്രൈമറി ഗോളിന് ഒരു CIA ട്രയാഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതായത് C ഫോർ കോൺഫിഡൻഷ്യാലിറ്റി, I ഫോർ ഇൻറ്റഗ്രിറ്റി ആൻഡ് A ഫോർ അവൈലബിലിറ്റി. CIA ട്രയാഡ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റീൻ്റെ CIA ട്രയാഡ്. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത്
confidentiality ensures that sensitive informations are accessed only by an authorized person. അതായത് ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമേ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് അവേ ഫ്രം ദോസ് നോട്ട് ഓതറൈസ്ഡ് ടു പോസസ് ദം. അപ്പം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ത്രൂ സെക്യൂരിറ്റി മെക്കാനിസംസ് സച്ച് ആസ് യൂസർ നെയിംസ്, പാസ്വേഡ്, ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ആൻഡ് എൻക്രിപ്ഷൻ. അടുത്തത് ഇൻറ്റഗ്രിറ്റി. Integrity refers to maintain and assure the accuracy and consistency of data. The function of integrity is to make sure that the data is reliable and is not changed by unauthorized persons. അതായത് ഡാറ്റ എന്താണ്, റിലയബിൾ ആയിരിക്കും. ആ ഡാറ്റ എന്താവില്ല, ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും അതിനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇൻറ്റഗ്രിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് യൂസിങ് സെക്യൂരിറ്റി മെക്കാനിസംസ് സച്ച് ആസ് ഡാറ്റ എൻക്രിപ്ഷൻ ആൻഡ് ഹാഷിംഗ്. CIA ട്രയാഡിൽ അടുത്ത ഇതാണ് അവൈലബിലിറ്റി. Availability of information refers to ensuring that authorized parties are able to access the information when needed. Authorized persons എന്ത് ചെയ്യാൻ പറ്റണം, ഇൻഫർമേഷൻ ആവശ്യമുള്ളപ്പോഴൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് അവൈലബിലിറ്റി. അപ്പോൾ എന്താണ്, ഇതുവഴി അവൈലബിലിറ്റി വഴി എന്തുറപ്പ് വരുത്തുന്നു, ഡാറ്റ, നെറ്റ്വർക്ക് റിസോഴ്സസ്, സർവീസസ് ആർ കണ്ടിന്യൂസ്ലി അവൈലബിൾ ടു ദ ലെജിറ്റിമേറ്റ് യൂസേഴ്സ് വെനെവർ ദേ റിക്വയർ ഇറ്റ്. അടുത്തത് സെക്യൂരിറ്റി അറ്റാക്സ്. സെക്യൂരിറ്റി അറ്റാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എനി അറ്റംപ്റ്റ് ടു എക്സ്പോസ്, ഓൾട്ടർ, ഡിസേബിൾ, ഡെസ്ട്രോയ്, സ്റ്റീൽ ഓർ ഗെയിൻ unauthorized access to or make unauthorized use of an asset. ഓക്കെ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു അസറ്റ് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എക്സ്പോസ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്ന എന്താണ്, അതൊക്കെ സെക്യൂരിറ്റി അറ്റാക്കിൽ വരും. An attack can be of any type of offensive plan that targets computer information systems, infrastructures, computer networks or personal computer devices. An attack involves a security violation. അപ്പം ഈ അറ്റാക്സ്, സെക്യൂരിറ്റി അറ്റാക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത്? ഒന്നുകിൽ അത് ഇൻറ്റൻഷനൽ ആവാം. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ക്രാക്കർ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഓർഗനൈസേഷനൊക്കെ ആവാം. അല്ലെങ്കിൽ എന്താണ്, അത് ആക്സിഡൻ്റലാവാം. അതായത് പോസിബിലിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ മൽഫങ്ഷനിങ് അല്ലെങ്കിൽ എന്താണ്, നാച്ചുറൽ കലാമിറ്റി കാരണം, അതായത് പോലെയുള്ള നാച്ചുറൽ കലാമിറ്റി കാരണമായിട്ടുള്ള ആക്സിഡൻ്റലാവാം. ഓക്കെ, അടുത്തത് അറ്റാക്ക് യൂഷ്വലി എന്താണ്, യൂഷ്വലി ചെയ്യുന്നത് ഒരു ബാഡ് ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഉള്ളിലുള്ളയോ അല്ലെങ്കിൽ പുറത്തുള്ളയോ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം അറ്റാക്ക് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഇൻസൈഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത്തരം അറ്റാക്സ് ഒരു സെക്യൂരിറ്റി പെരിമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു എൻറ്റിറ്റിയിൽ നിന്ന് തന്നെയാണ് ആ അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഔട്ട്സൈഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഇനീഷ്യേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ദ സെക്യൂരിറ്റി പെരിമീറ്റർ, അതായത് ബൈ എൻ അൺഓതറൈസ്ഡ് ഓർ ഇല്ലെജിറ്റിമേറ്റ് യൂസർ ഓഫ് ദ സിസ്റ്റം. ഈ അറ്റാക്സ് എന്താണ്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അറ്റാക്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് അറ്റാക്കുണ്ട്, പാസീവ് അറ്റാക്കുണ്ട്. ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ സിസ്റ്റം എന്താണ്, ഇറ്റ് ഓൾട്ടേഴ്സ് സിസ്റ്റം ഓർ റിസോഴ്സസ് ഓർ എഫക്റ്റ് ദർ ഓപ്പറേഷൻ. അതായത് ഒരു സിസ്റ്റം റിസോഴ്സസ് ഓൾട്ടർ ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനൊക്കെ എഫക്റ്റ് ചെയ്യും. അതാണ് ആക്റ്റീവ് അറ്റാക്ക്. അപ്പം ആക്റ്റീവ് അറ്റാക്ക് എന്താണ്, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റീനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇറ്റ് മേക്ക് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സിസ്റ്റം ബട്ട് ഡസ് നോട്ട് എഫക്റ്റ് സിസ്റ്റം റിസോഴ്സസ്. അതായത് ഇൻഫർമേഷൻ എന്താണ്, സിസ്റ്റം ഇൻഫർമേഷൻസ് ലേൺ ചെയ്യുക അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക, അത്രയാണ് പാസീവ് അറ്റാക്ക് കൊണ്ട് ചെയ്യുന്നത്. സിസ്റ്റം റിസോഴ്സസിനൊന്നും എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ,
അതുകൊണ്ട് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തത് അറ്റാക്സ് ത്രട്ടനിങ് കോൺഫിഡൻഷ്യലിറ്റി. അപ്പം കോൺഫിഡൻഷ്യലിറ്റി വഴി റൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള അറ്റാക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈവ് സ്റ്റോപ്പിംഗ്. അതൊരു പാസീവ് അറ്റാക്കാണ്. ഓക്കെ, പാസീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു. അതായത് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ലേൺ ഓർ മേക്ക് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സിസ്റ്റം. അതായത് ദാറ്റ് ഗെറ്റ് ലേൺസ് ഓർ മേക്ക് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സിസ്റ്റമാണ്. അത് സിസ്റ്റം റിസോഴ്സസിനൊന്നും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈവ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാസീവ് അറ്റാക്കാണ്. അതെന്താ ചെയ്യുന്നത്, when someone tries to steal information that computers, smartphones or other devices transmit over a network. അതായത് പിന്നെ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസസോ വഴി നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യുക. അതാണ് ഈവ് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞ അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പാസീവ് അറ്റാക്കാണ്. ഓക്കെ, അടുത്തത് സ്നൂപ്പിംഗ്. അതൊരു പാസീവ് അറ്റാക്കാണ്. അതെന്ന് വെച്ചാൽ എന്താണ്, അത് ഈവ് സ്റ്റോപ്പിങ്ങിന് സിമിലറാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ഒരു ഫയൽ എന്താണ് ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് കരുതുക. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനുള്ള ഒരു ഫയൽ ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു അൺഓതറൈസ്ഡ് എൻറ്റിറ്റി എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസ്മിഷൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ആ ഒരു കണ്ടൻസ്, കോൺഫിഡൻഷ്യൽ കണ്ടൻസ് ആ ഒരു പിന്നെ എന്താണ് അൺഓതറൈസ്ഡ് എൻറ്റിറ്റി യൂസ് ചെയ്യുകയും ചെയ്യാം, ഫയൽ കണ്ടൻസ്. അതിനെയാണ് സ്നൂപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവ് സ്റ്റോപ്പിങ്ങിന് സിമിലറാണ്. പക്ഷേ എന്താണ്, പക്ഷേ ഈവ് സ്റ്റോപ്പിങ്ങിന് ഇവിടെ കൺട്രോൾ കിട്ടില്ല. പക്ഷേ സ്നൂപ്പിങ്ങിൽ ആ ഒരു കൺട്രോൾ കിട്ടും. ഓക്കെ, അതാണ് വ്യത്യാസമുള്ളത്. അടുത്തത് സ്നിഫിങ്. സ്നിഫിങ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് അറ്റാക്കിന് എക്സാമ്പിളാണ്. അറ്റാക്കർ എന്ത് ചെയ്യുക, അറ്റാക്കർ ക്യാൻ ഇൻസേർട്ട് മലീഷ്യസ് പ്രോഗ്രാം ടു ഇൻഫെക്റ്റ് ദ അതർ സിസ്റ്റം. ഓക്കെ, അതായത് മലീഷ്യസ് പ്രോഗ്രാംസ് ഇൻസേർട്ട് ചെയ്യുക വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറ്റാക്കറിന് മറ്റ് സിസ്റ്റംസൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റ് സിസ്റ്റംസൊക്കെ ഇവിടെ ഇൻഫെക്റ്റഡ് ആവും. ഈ ഡാറ്റ ക്യാപ്ചർ ചെയ്താൽ അറ്റാക്കറിന് എന്ത് ചെയ്യാൻ പറ്റുമോ, സെൻസിറ്റീവ് ഡാറ്റ ആയിട്ടുള്ള പാസ്വേഡ്സ്, കാർഡ് നമ്പേഴ്സൊക്കെ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ട്രാഫിക് ക്യാപ്ചർ വഴി. നെറ്റ്വർക്ക് ട്രാഫിക് എല്ലാം പിന്നെ ക്യാപ്ചർ ചെയ്യുന്നത് സ്നിഫർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഡാറ്റ എല്ലാം ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. അടുത്തതാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള യൂസർ നെയിം, പാസ്വേഡൊക്കെ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ എന്താണ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു എന്നതാണ്. അപ്പോൾ ഈ ഫിഷിംഗ് സാധാരണ രീതിയിൽ അച്ചീവ് ചെയ്യുന്നത് ഇമെയിൽ സ്പൂഫിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഒക്കെ വഴിയാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ യൂസേഴ്സിനെ ഒരു ഫേക്ക് വെബ്സൈറ്റിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ഫേക്ക് വെബ്സൈറ്റിൽ യൂസറിനോട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഓക്കെ, അതായത് സാധാരണ യൂസർ ഒരു വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, സാധാരണ അതൊരു ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തോന്നും. പക്ഷേ അതിൽ നിന്ന് എന്താണ്, ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഒരു ഫേക്ക് വെബ്സൈറ്റിലോട്ട് യൂസറിനെ ലീഡ് ചെയ്യിക്കും. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫേക്ക് വെബ്സൈറ്റിൽ യൂസറിനോട് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അവിടെ നിന്ന് എന്താണ്, അവർക്ക് ഇത്തരം സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് വയർ ടേപ്പിംഗ്. ഇറ്റ് ഈസ് എ സീക്രട്ട് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഓഫ് ടെലിഫോൺ, ടെലഗ്രാഫ്, സെല്ലുലാർ, ഫാക്സ് ഓർ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ്. അതായത് സീക്രട്ട് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ടെലിഫോണൊക്കെ എന്താണ് മോണിറ്റർ ചെയ്യുക, അതുപോലെ സെല്ലുലാർ ഡാറ്റ മോണിറ്റർ ചെയ്യുക, അതായത് എല്ലാ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനും മോണിറ്റർ ചെയ്യുക.
It is achieved either through the placement of a monitoring device on the wire in question or through built-in mechanisms in other communication technologies. വയർ ടാപ്പിംഗ് ടൂളിൽ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് പാക്കറ്റ് സ്നിഫേഴ്സാണ്. അടുത്തത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. It is the term used for a broad range of malicious activities that relies heavily on human interaction. അപ്പം ഈ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് മലീഷ്യസ് ആക്ടിവിറ്റീസിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. That relies heavily on human interaction and often involves manipulating people into breaking normal security procedures and best practices in order to gain access to systems, networks, or physical locations or for financial gain. അടുത്തത് ട്രാഫിക് അനാലിസിസ്. Although encryption of data may make it non-intelligible for the interceptor, he can obtain some other types of information by monitoring online traffic. Online traffic monitor ചെയ്യുക വഴി എന്താണ് some other types of information could be gained. അടുത്തത് അറ്റാക്സ് ത്രെട്ടനിങ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റിയെ ത്രെട്ടൻ ചെയ്യുന്ന അറ്റാക്സ് അതൊക്കെയാണെന്നുള്ളതാണ്. നമ്പർ 1 മോഡിഫിക്കേഷൻ. After intercepting or accessing information, the attacker modifies the information to make it beneficial to the attacker. ഈ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്ത ശേഷം അറ്റാക്കറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. അവൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. അടുത്തത് മസ്ക്രേഡിങ്. Masquerading or spoofing. It happens when the attacker impersonates somebody else. For example, an attacker might steal the bank card and PIN of a bank customer and pretend that he is that customer. അതായത് അറ്റാക്കർ എന്ത് ചെയ്യാൻ ആണ് മറ്റൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതായത് യൂസർ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് ആപ്ലിക്കേഷൻ കോൺടാക്റ്റ് ചെയ്യുന്നു, പക്ഷേ മറ്റൊരു വെബ്സൈറ്റ് എന്ത് ചെയ്യുക, അത് ബാങ്കിൻ്റെ സൈറ്റാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ യൂസറിൽ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്യുകയും ശ്രമിക്കുക, സെൻസിറ്റീവ് ഇൻഫർമേഷൻസൊക്കെ. അടുത്തത് റിപ്ലേയിങ്. The attacker obtains a copy of a message sent by a user and later tries to replay it. അതായത് യൂസർ അയച്ചൊരു മെസ്സേജിൻ്റെ ഒരു കോപ്പി ഒബ്റ്റെയിൻ ചെയ്യുകയും അത് പിന്നീട് റീപ്ലൈ ചെയ്യുകയും ചെയ്യാം. അടുത്തത് റിപ്പുഡിയേഷൻ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ടൈപ്പ് attacks because it is performed by one of the two parties in the communication, the sender or the receiver. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷനിലെ സെൻറ്ററോ അല്ലെങ്കിൽ റിസീവറോ ആണ് ഇത് ചെയ്യുക. അതായത് സെൻഡർ ഓഫ് ദ മെസ്സേജ് മൈറ്റ് ലേറ്റർ ഡിനൈ ദാറ്റ് ഹി ഹാഡ് സെൻഡ് ദ മെസ്സേജ്. The receiver of the message might later deny that he had received the message. അതായത് സെൻഡർ ഒന്നുകിൽ പറയുക സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് കളവ് പറയുക, അല്ലെങ്കിൽ റിസീവർ എന്ത് ചെയ്യുക, റിസീവർ ഓഫ് ദ മെസ്സേജ് മൈറ്റ് ലേറ്റർ ഡിനൈ ദാറ്റ്, റിസീവർ അതുപോലെ തന്നെ പറയുക ഞാൻ മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം. അതാണ് റെപ്യൂഡിയേഷൻ, റിഫ്യൂസ് ചെയ്യാം. അടുത്തത് സെഷൻ ഹൈജാക്കിംഗ്. It is also known as session sniffing or cookie hijacking. അതായത് ഇവിടെ ഒരു വാല്യൂഡ് കമ്പ്യൂട്ടർ സെഷൻ വഴി ഇൻഫർമേഷൻ അല്ലെങ്കിൽ സർവീസസിലേക്കുള്ള അൺഓതറൈസ്ഡ് ആക്സസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സെഷൻ ഹൈജാക്കിംഗ്. അടുത്തത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈവ്സ് ഡ്രോപ്പിങ്ങിന് സിമിലറാണ്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് യൂസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിടയ്ക്ക് അത് മോണിറ്റർ ചെയ്യുകയും മോഡിഫൈ ചെയ്യാനായിട്ട് ഒരു അൺഓതറൈസ്ഡ് പാർട്ടി സിറ്റ് ചെയ്യുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അല്ലെങ്കിൽ MITM ഇൻ ഷോർട്ട്. അടുത്തതാണ് ഡാറ്റ ഡിഡ്ലിംഗ് അറ്റാക്സ്. ഡാറ്റ ഡിഡ്ലിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഓൾട്രേഷനെയാണ് ഡാറ്റ ഡിഡ്ലിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതായത് ഇത് ഡാറ്റ ഡിഡ്ലിംഗ് ഈസ് ദ ആക്ട് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് ഡാറ്റ
അതായത് ഡാറ്റ എക്സ്ട്രാക്ഷനും ചേഞ്ചസുമാണ് ഡാറ്റാബേസിൽ നിന്ന് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ ഓണറിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുകയും അതിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഡിഡ്ലിംഗ് സാധാരണ രീതിയിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് മുൻപേ സംഭവിക്കാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ഡാറ്റ എൻട്രി ടു ദ ഡാറ്റാബേസ് സംഭവിക്കാം, ഓർ ജസ്റ്റ് ബിഫോർ ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ഇസ് പ്രോസസ്ഡ്, അതായത് ഡാറ്റാബേസിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപേ സംഭവിക്കാം. ഓക്കെ, അടുത്തത് അറ്റാക്സ് ത്രെട്ടനിങ് അവൈലബിലിറ്റി. ഡിനയൽ ഓഫ് സർവീസ്, DOS അറ്റാക്കിൽ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നു? ഹാക്കേഴ്സ് ദേ അറ്റംപ്റ്റ് ടു പ്രിവെൻറ്റ് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് ദ സർവീസ്. അതായത് ലെജിറ്റിമേറ്റ് യൂസേഴ്സിന് ഈ ഒരു സർവീസ് ആക്സസ് ചെയ്യുന്നതിന് ഉള്ള അറ്റംപ്റ്റിനെ അവർ പ്രിവെൻറ്റ് ചെയ്യുന്നു. The attackers usually sends excessive messages asking the network or server to authenticate requests that have invalid return addresses. അപ്പം നെറ്റ്വർക്ക് സെർവർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റിട്ടേൺ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഇൻവാലിഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താണ്, സെർവർ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധം പെടും. കാരണം ഇൻവാലിഡ് റിട്ടേൺ അഡ്രസ്സസ് കൊടുക്കുക വഴി സെർവർ ഇത് കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ സെർവർ കണക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, അഗെയിൻ അറ്റാക്കേഴ്സ് മോർ ഓതൻറ്റിക്കേഷൻ മെസ്സേജസ് വിത്ത് ഇൻവാലിഡ് റിട്ടേൺ അഡ്രസ്സസ് ഫോർവേഡ് ചെയ്യും. അങ്ങനെ എന്താണ്, ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് ഓഫ് ഓതൻറ്റിക്കേഷനും അതുപോലെ തന്നെ സെർവറും എന്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എന്താണ്, അതുവഴി നെറ്റ്വർക്കും സെർവറും ബിസി ആയിത്തീരും. അടുത്തതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ്. ഇവിടെ സംഭവിക്കുന്നത് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്, അത് ഇൻ ഷോർട്ട് DDoS അറ്റാക്ക്. ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് in which multiple compromised computer systems attack a target. മൾട്ടിപ്പിൾ കോംപ്രമൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒരു ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുകയും അതുവഴി എന്താണ്, ഡിനയൽ ഓഫ് സർവീസ് ഫോർ യൂസേഴ്സ് ഓഫ് ദ ടാർഗറ്റഡ് റിസോഴ്സ്. അപ്പോൾ ആ ടാർഗറ്റഡ് റിസോഴ്സസിൻ്റെ യൂസേഴ്സിന് അതിൻ്റെ സർവീസ് ഡിനൈഡ് ആവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടാർഗറ്റ് മെഷീൻ എന്ന് പറയുന്നത് സെർവർ ആവാം, വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റു നെറ്റ്വർക്ക് റിസോഴ്സസ് ആവാം. അടുത്തത് SYN അറ്റാക്ക്. ഈ SYN അറ്റാക്ക് എന്ന് പറയുന്നത് ഡിനയൽ ഓഫ് സർവീസിൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ്, DOSൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് SYN അറ്റാക്ക്. ഇവിടെ അറ്റാക്കർ എന്താ ചെയ്യുന്നത്? അറ്റാക്കർ സെൻസ് എ സക്സഷൻ ഓഫ് SYN റിക്വസ്റ്റ്. SYN റിക്വസ്റ്റ് ടാർഗറ്റ് സിസ്റ്റംസിന് സെൻഡ് ചെയ്യുകയും അതുവഴി എന്താണ്, കൺസ്യൂംസ് ഇനഫ് സെർവർ റിസോഴ്സസ് ടു മേക്ക് ദ സിസ്റ്റം അൺറെസ്പോൺസീവ് ടു ലെജിറ്റിമേറ്റ് ട്രാഫിക്. അതുവഴി സെർവർ റിസോഴ്സസ് എന്ത് ചെയ്യില്ല, ലെജിറ്റിമേറ്റ് ട്രാഫിക്കിന് അൺറെസ്പോൺസീവായിട്ട് മാറുകയും ചെയ്യും. SYN അറ്റാക്ക് ഇസ് ഓൾസോ നോൺ ആസ് TCP SYN അറ്റാക്ക് ഓർ SYN ഫ്ലഡ്. അടുത്തത് ഫിസിക്കൽ അറ്റാക്സ് ഓൺ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ. എ ഫിസിക്കൽ അറ്റാക്ക് ഓൺ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ occurs when a hacker gains access to a computer system that operates equipment in a manufacturing plant, oil pipeline, a refinery, an electric generating plant or the like, and is able to control the operations of that equipment to damage those assets or other property. അതായത് ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുമ്പം എന്താണ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് ചെയ്യുക, ഹാക്കർ അതിൻ്റെ ആക്സസ് ഗെയിൻ ചെയ്യുക. അതുവഴി എന്താണ്, ആ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിലെയോ എന്താണ്
എക്യുപ്മെൻസിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്താണ് റിഫൈനറി അല്ലെങ്കിൽ ഇലക്ട്രിക് ജനറേറ്റിംഗ് പ്ലാന്റിലൊക്കെ എല്ലാ എക്യുപ്മെൻറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഫിസിക്കൽ അറ്റാക്സ് ഓൺ സെർവർ ഇൻഫ്രാസ്ട്രക്ചർ. Security services and techniques. The ITU Telecommunication Standardization Sector, ITUT എന്ന് പറയുന്നത് വൺ ഓഫ് ദ 3 sectors of the International Telecommunication Union that coordinates standards for telecommunication and information communication technology. അതായത് ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്സാണ് ഏതെന്ന് പറയുന്നത് ITU-IT. ഓക്കെ, അപ്പം these services designed to prevent one or more attacks while maintaining security goals. One such technique that is predominant today is cryptography. അപ്പോൾ ക്രിപ്റ്റോഗ്രഫിയാണ് സെക്യൂരിറ്റി സർവീസസ് ആൻഡ് ടെക്നിക്സ് ഓഫർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് അത്തരം അറ്റാക്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സർവീസസ് ആണ്. അപ്പം സെക്യൂരിറ്റി ഗോൾസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക വഴി അറ്റാക്സ് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്